ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയാണ് വിശ്വാസികൾ. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശം പകരുന്ന ദിനം കൂടിയാണ് ഈസ്റ്റർ. നമുക്കറിയാം, പീഡാനുഭവത്തിന്റെ അതിജീവനവും ഉയിർപ്പുമായി യേശുദേവൻ പ്രതീക്ഷയാവുകയാണ് വിശ്വാസികളുടെ മനസ്സിൽ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഈസ്റ്റർ ദിന പ്രാർത്ഥനകളും പ്രത്യേക കുർബാനകളും നടക്കുകയാണ്. തിരുവനന്തപുരം പാളയം സെയിന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരും. സാരംഗ്, വിശ്വാസികൾ പ്രാർത്ഥനയുടെ നിറവിലാണ്, പ്രതീക്ഷാ നിർഭരമാണ്, ഇനിയുള്ള ദിവസങ്ങൾ എന്നുള്ള വിശ്വാസത്തിലാണ്. ഇപ്പോഴും ചടങ്ങുകൾ പുരോഗമിക്കുകയാണോ? രഞ്ജിത്ത്, തീർച്ചയായും ഇന്നത്തെ ദിവസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മളിപ്പോൾ ഉള്ളത് പാളയം മെട്രോപൊളിറ്റൻ സെന്റ് പള്ളിയിലാണുള്ളത്. ഇന്നലെ രാത്രി അടക്കം ഇവിടെ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. ഇന്ന് ഇപ്പോഴും ഇവിടെ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ നിൽക്കുന്ന സമയത്ത്, അതായത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള അതിനിടയിൽ വന്ന ഈസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ, നമുക്കറിയാം, ഈസ്റ്റർ ദിനങ്ങളിൽ ശുശ്രൂഷയും ഒപ്പം പ്രാർത്ഥനയ്ക്കൊപ്പം തന്നെ ഈ ഒരു സാമൂഹികമായി ഒത്തുകൂടലും കൂടിയാണ് ഇത്. അതായത് ഈ ഒരു വിശ്വാസി സമൂഹം പള്ളികളിലും മറ്റും കൃത്യമായി വന്ന് ഒത്തുചേരുകയും അത്തരത്തിലുള്ള ചടങ്ങുകൾ വളരെ കൂടുതലായി നടക്കുന്ന സമയമാണ് ഈസ്റ്റർ. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളടക്കം പള്ളികളിലേക്ക് ഇന്നെത്തും. മാത്രമല്ല, അവസാന ഞായറാഴ്ചയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപേ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുള്ള, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപേ ഉള്ള ഒരു പശ്ചാത്തലം കൂടിയുള്ള ഒരു ഈസ്റ്ററാണ് ഇത്തവണ. ആ ഒരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു ഈസ്റ്റർ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട പല സെന്റ് ജോസഫ് കത്തീഡ്രലിലെ അടക്കമുള്ള പ്രസംഗത്തിലടക്കം പ്രത്യേകമായി സൂചിപ്പിച്ചിരുന്നു. അതായത് അവനവന്റെ മനസാക്ഷിക്ക് നിരക്കുന്ന രീതിയിൽ വോട്ട് നൽകണമെന്നടക്കമുള്ള, അതായത് ഈ ഒരു സാമൂഹികമായിട്ടുള്ള ഈ ഒരു തങ്ങളുടെ കടമയടക്കം കൃത്യമായി വിനിയോഗിക്കണം എന്നൊരു സന്ദേശം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം പള്ളികളിൽ നടന്ന ശുശ്രൂഷയും പ്രാർത്ഥനയ്ക്കിടയിലും പള്ളികളിൽ നിന്നും ഉണ്ടായിട്ടുള്ള അവരുടെ അറിയിപ്പടക്കം. നമുക്കറിയാം, ഇപ്പോൾ നടക്കുന്നത് പാളയം പള്ളിയിലെ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. പ്രാർത്ഥനകളും കുർബാനയും അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം 50 ദിവസത്തെ നോമ്പ് അവസാനിച്ച് വീണ്ടും ഒരു പ്രത്യാശയുടെ തുടക്കം വിശ്വാസി സമൂഹത്തിലേക്ക് ആരംഭിക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ദുഃഖവെള്ളിയും പെസഹ വ്യാഴം അടക്കം വലിയ രീതിയിൽ ആഘോഷമാക്കുകയായിരുന്നു. അന്നും ഈ ഒരു ഒത്തുകൂടലിന്റെയും മറ്റും ദിവസങ്ങളായിരുന്നു. ഇന്ന് ആ ഒരു നോമ്പിന്റെയും ഒപ്പം തന്നെ ഇത്രയും ദിവസത്തെ പല ത്യാഗസ്മരണകളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഒത്തുകൂടലാണ് ഇപ്പോൾ പള്ളികളിലെല്ലാം. കേരളത്തിലെ എല്ലാ പള്ളികളിലും, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിലുള്ള മറ്റ് LMS പള്ളികളിലടക്കമുള്ള പ്രമുഖ എല്ലാ പള്ളികളിലെയും പ്രാർത്ഥനകളും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളികളിൽ വിശ്വാസികൾ ഒത്തുകൂടുന്നു, പ്രത്യാശയുടെ സന്ദേശം പകരുന്നു, പ്രതീക്ഷാ നിർഭരമായ ദിവസങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സംസ്ഥാനത്തെ ദേവാലയങ്ങളിൽ ഈസ്റ്റർ ദിന ശുശ്രൂഷകൾ, പ്രാർത്ഥനകൾ, കുർബാനകൾ തുടരുകയാണ്.